സംഭവം നോക്കുവാണെങ്കിൽ പ്രൈസ് ഇന്ന് ഇവിടെ ക്യാനിൽ ഓപ്പൺ ചെയ്ത് പ്രീവിയസ് വീക്ക് ലോ എടുത്ത് കഴിഞ്ഞിട്ട് പ്രൈസ് 15 മിനിറ്റ് IFEG തരാൻ നോക്കിയിട്ട് തന്നില്ല. എന്നിട്ട് അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു IFEG ഇവിടെ നിന്ന് തന്ന് ദെൻ 1 അവറിലായിട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ 1 അവറിൽ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് പ്രൈസ് നെക്സ്റ്റ് 4 അവർ കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ 4 അവർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു OB കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് OB ആയിട്ട് പ്രോപ്പർ OB ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ അതുമല്ല നോക്കുവാണെങ്കിൽ ഇവിടെ OB ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അതായത് ഈ 1, 2, 3 ഈ ക്യാനിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു റിജക്ഷൻ ബ്ലോക്കാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഫോമായി. അതായത് ഫറോഡ് ബുള്ളിഷ് ആണെന്നും തോന്നുന്നുണ്ട് എനിക്ക്, ബെയറിഷ് ആണെന്നുള്ളത് ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല, ജസ്റ്റ് വാച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 50 മിനിറ്റിൽ ഒരു അതായത് റിജക്ഷൻ ബ്ലോക്ക് വെറ്റിയേറ്റ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിൽ IFEG കിട്ടിയിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ദെൻ പ്രൈസ് ഇനി കാണേണ്ടത് 1 അവറിൽ 1 അവർ ഷിഫ്റ്റ് കിട്ടണമെങ്കിൽ പ്രൈസ് ഈ ഇത് ലോ വരെയെങ്കിലും വന്നം. അങ്ങനെ വന്നെങ്കിൽ ഇവിടെ 1 മണിക്ക് ക്യാനിൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് റീസെൻ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ലിക്വിഡിറ്റി ചെയ്ത് എടുത്തിട്ട് വേണം. അവിടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ക്ലീൻ ആയിരുന്നു. ഈ OBയിൽ നിന്ന് താഴത്തേക്ക് പോന്നിട്ടുണ്ട്. പിന്നെ മറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഫോം ആയതിൻ്റെ ഒരു ഇതിൽ ഈ ഒരു ലോ എടുത്തിട്ട് മുകളിലേക്ക് പോകാനും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനും ഇവിടെ നിന്ന് താഴേക്ക് പോകാനും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ട്രേഡ് എടുത്തില്ല, ജസ്റ്റ് വാച്ച് ചെയ്ത് 2 ഇത് വന്ന കാരണം. എന്നിട്ട് 1 മിനിറ്റ് പോയി നോക്കുവാണെങ്കിൽ 1 മിനിറ്റിൽ അത് ലോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ FEG കിട്ടി, കൺഫർമേഷൻ കിട്ടി. ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 1:2 എന്നിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് താഴത്തേക്ക് പോകുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ക്ലീൻ, അതായത് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലീൻ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകാൻ നോക്കി പോയില്ല. പൊക്കത്താട്ട് പോയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് പിന്നെ താഴത്താട്ട് വന്നു. എന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കൂടെ പിന്നെ അക്യുമുലേറ്റ് ചെയ്ത് പിന്നെയാണ് ഇവിടെ ബോഡി ക്ലോസ് ചെയ്തത്. എന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി എടുക്കാം. ഇതല്ലല്ലോ, ഇങ്ങനെ എൻട്രി വേണേ നോക്കാം. ഞാൻ എടുത്തില്ല. എന്നിട്ട് 1:2 TP നോക്കാം. സംഭവം മാർക്കറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു, എക്സ്പെക്റ്റ് ചെയ്ത രീതി തന്നെ പോയി. പക്ഷേ ഇവിടെ 2 എക്സ്പെക്റ്റേഷൻ വന്നതുകൊണ്ടാണ് ഇന്ന് ട്രേഡ് എടുക്കാഞ്ഞത്.
ഉം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ട്രേഡ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ബോഡി ക്ലോസ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഇനി ന്യൂ പൊസിഷനിൽ ആവും ഇനി. ഇനി ഇത് എൻട്രി ഇനി ഇല്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു.